ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല അപ്പാര മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മഴയത്ത് ഞാൻ റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ ഞാൻ കാര്യമായിട്ട് മുഖത്തൊന്നും ഇട്ടിട്ടുമില്ല, അപ്പോൾ അത് കാരണം ഒലിച്ച് പോവുകയില്ല. പക്ഷേ എൻ്റെ അയിലിന് മൊത്തം പോയി. പിന്നെ ഞാൻ എന്തോടെ ഇത് ആ മഴവെള്ളം കൊണ്ട് തന്നെ ഉണ്ട് കഴുകാമെന്ന് വിചാരിച്ചു. പിന്നെ പരന്ന് കഴിഞ്ഞാലൊരു ജാതി ഉണ്ടാവില്ല കാണാൻ. അപ്പം മൊത്തത്തിലുണ്ട് കഴുകാമെന്ന് വിചാരിച്ച്. അപ്പോൾ മൊത്തം കണ്ണൊക്കെ കഴുകിയിട്ടാണ് മുഖമൊക്കെ അത് ആകെ വെള്ളം ഒലിച്ച് കോലം കെട്ടിട്ടുണ്ട്. റെയിൻ കോട്ട് ഇട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല മഴ കാരണം ഉള്ളിൽ കൂടെ ഒക്കെ കുറേശ്ശെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമുക്കൊരു കുഞ്ഞു വളം എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഡിസൈനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വേറെ കടയിൽ പോയി. അപ്പോൾ അതേ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളി സാധനമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇതേ ഞങ്ങൾ തിരിച്ച് പോവേണ്ട. അപ്പോൾ പിന്നെ നമുക്ക് വേറെ കടയിലൊക്കെ ഒന്ന് കയറാനുണ്ടായിരുന്നു. എനിക്കൊരു ടോപ്പ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇവിടെ കുറേ കടയിലൊക്കെ ഒന്ന് അന്വേഷിച്ച് പിന്നെ വിചാരിച്ചതൊന്നും കിട്ടിയില്ല. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എവിടെ എത്തി, നമ്മളെ സുഡിയോയിൽ തന്നെ എത്തി. സുഡിയോന്ന് ഇതേപോലെ ഷർട്ട് ടൈപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഷർട്ട് ടൈപ്പ് കിട്ടിയില്ല, പക്ഷേ ഫുൾ ബട്ടനായിട്ടുള്ള കുറച്ച് ലെങ്ത്തുള്ള ടൈപ്പ് കിട്ടിയിട്ടാണ്. ഈ വെസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞ കടയിൽ ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഇതിൻ്റെ പൊന്നെ അപാര റേറ്റ്. ഒരു ഷർട്ടിന് തന്നെ ഉണ്ട് 1000 സംതിങ്, 1200 സംതിങ്. അതേ സെയിം സാധനം അതിൻ്റെ പാൻറ്റ് അതേ റേറ്റ് 1000 സംതിങ്. ഭയങ്കര റേറ്റാണ്. ഈ രണ്ട് സെറ്റിനും കൂടെ നമ്മളെ മീഷോയിലാണെന്നുണ്ടെങ്കിൽ അത്ര റേറ്റ് വരില്ല കേട്ടോ. മീഷോയിലല്ല, നമ്മളെ സുഡിയോയിൽ. മീഷോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് സുഡിയോന്ന് പിന്നെ കവറൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ അത് കയ്യിലൊക്കെ പിടിച്ചിട്ടാണ് പോണ ടൈമിൽ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ടോപ്പ് എടുത്തത് എന്തിനാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ അതേ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരം വൈകിട്ടുണ്ട്, 8 മണി ആയിട്ടുണ്ട്. നിച്ചു ഉറങ്ങുമ്പോഴാണ് ഞങ്ങൾ പോയത്. നിച്ചു നല്ല ഉറക്കമായിരുന്നു. ഇനി പോയാലറിയാം എന്താ പാട് എന്നുള്ളത്. പിന്നെ അതേ നിച്ചു മോനക്ക് 2 മിഠായി എടുത്ത് മയക്കാൻ വേണ്ടിയിട്ട് മിഠായി മേടിക്കാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ സാധനം കേട്ടോ മേടിച്ചത്. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഇറങ്ങിയത് തന്നെ ബാങ്ക് വിളിക്കണൊക്കെ ടൈമായിരിക്കണം. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന ടൈമായിട്ടുണ്ട്. ഒരു 6 മണി 6:45 ആയിട്ടുണ്ടാവും. അപ്പോൾ 8 മണിയൊക്കെ ആയി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ. ഞങ്ങളൊരു ഇത്തിരി നേരം കാണാണ്ടിരുന്നാൽ ഉമ്മ ഇരുന്ന് കരയിൽ തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അടുത്ത വീട്ടിൽ തത്താടെ ഫോണിലേക്ക് വിളിച്ച് നോക്കുമ്പോൾ ആൾ എടുക്കണില്ല. ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ട്, വരും എന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇടയ്ക്ക് വിളിച്ചാൽ കുഴപ്പമില്ല ആൾക്ക്. ഇപ്പം മക്കൾ കരയുന്നുണ്ട്, കുട്ടികൾ കരയുന്നുണ്ട്, കുട്ടികളെ നോക്കിയിട്ട് ഇരുന്ന് കരയും. അങ്ങനത്തെ ആളാണ് എൻ്റെ ഉമ്മ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അതായത് നമ്മൾ വീട്ടിലെത്തി കോളിംഗ് ബെല്ല് അടിച്ച പാടന്നെ നിച്ചു അന്ത വിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ തുറന്ന പാടന്നെ കയ്യൊട്ടൽ, ഭയങ്കര കയ്യൊട്ടലായിരുന്നു ആൾ. ഒറ്റയ്ക്ക് ഇരുന്നിട്ടേ കുട്ടിക്ക് ഭ്രാന്ത് പിടിച്ചു. കുഞ്ഞാറ്റേ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ആളൊറ്റയ്ക്ക് ഇരുന്ന് ഭ്രാന്ത് പിടിച്ചു. ഉത്താനാന്നുണ്ട് അളിയൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.